ആണ്ടവർ നാം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കർത്ത ദിവസം നൽകിയിരിക്കെ ആണ്ടവർ നൽകിയിരിക്കുന്ന ഈ ദിവസത്തിൽ ആണ്ടവരെ നമുക്ക് സ്തുതിച്ചിടാം. അവനെ മഹിഴ്വും. കാരണം അവൻ താൻ സകല മഹിഴ്വയ്ക്കും അധിപൻ, അവൻ താൻ അത് എല്ലാമേ സ്വീകരിക്കുന്നവൻ. അതുകൊണ്ട് നമുക്ക് അവനെ മഹിഴ്വും. ഇന്ന് എപ്പിസോഡ് 151 താൻ നമ്മൾ പഠിക്കുന്നത്. ഇത് ബൈബിൾ സ്റ്റഡി താൻ. നമ്മൾ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 21 തൊട്ട് കീഴോട്ട് നമുക്ക് വാസിച്ചിടാം. അതിൽ നമുക്ക് അന്നേരം ആണ്ടവരുടെ ചിത്തം നമുക്ക് പൊടിഞ്ഞിടും. അന്നേരം ആണ്ടവരെ വചനത്തെ നമുക്ക് ശ്രമിച്ചിടാം. അത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ പ്രയോജനമാവുന്ന വണ്ണം ആണ്ടവർ നമുക്ക് അത് നൽകിയിടട്ടെ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ പുകഴ്ത്താം. നമ്മൾ ഇങ്ങനെ വാസിക്കുന്ന 20-ാം വാക്യം നമ്മൾ വാസിക്കുന്ന 19-ാം വാക്യത്തിൽ തൊട്ട് നമ്മൾ വാസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ വാസിക്കുന്നത്? 19-ാം വാക്യത്തിൽ ചൊല്ലുന്നത്, എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ജനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശു പൂർണ്ണമായി തീർത്ത്. നമ്മളത് നേരത്തെ വായിച്ചാൽ നമ്മൾ എന്നെ പഠിച്ചത് എൻ്റെ ബുദ്ധിമുട്ട് എങ്കിൽ ചൊല്ലുക എന്നെ ചൊല്ലുക 19 എൻ്റെ ദൈവമോ, അതായത് പൗലോസ് ചൊല്ലുക, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോണ്ടും അവൻ ആണ്ടവരുടെ മഹിത്വത്തിന് അനുസരിച്ച്, അതായത് ആണ്ടവരുടെ മഹിമ എപ്പടിയിരിക്കെ അതനുസരിച്ച് നമുക്ക് അല്ലെങ്കിൽ അവനിരിക്കുന്ന ധനത്തിനൊത്തവണ്ണം നമുക്ക് കൊടുത്തിടും എന്ന് ചൊല്ലിടുക. അങ്ങനെ നമ്മൾ ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിന് ആണ്ടവരുടെ മഹിമയുടെ ഒപ്പം നമുക്ക് അനുഗ്രഹം കിടച്ചിടും. 20-ാം വാക്യത്തിൽ നമ്മുടെ ദൈവവും പിതാവുമായവനെ എന്നേക്കും മഹത്വമേ. അവന് നമുക്ക് ആർക്ക് താൻ മഹിഴ്ച കൊടുക്കേണ്ടത്? ദൈവത്തിനും പിതാവായ ദൈവത്തിനും ആണ് പിതാവായ ദൈവത്തിന് മഹിഴ്ച ചെലുവാൻ ചൊല്ലുക. അതിന് മഹിഴ്ച ചെല്ലുന്നത് പിതാവായ ദൈവത്തിന് അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു. നമുക്ക് ത്രിയേക ദൈവത്തിന് താൻ നമ്മൾ മഹിഴ്ച കൊടുക്കുക. എന്നാൽ എങ്കിൽ പൗലോസ് പിതാവായ ദൈവത്തിന് മഹിഴ്ച കൊടുക്കുകയും എന്ന ചൊല്ലുകയാണ്. എന്നേക്കും മഹത്വം കൊടുക്കണം. അത് ആമേൻ എന്ന് ചൊല്ലിയാൽ அதுதான் அப்படித்தான் എന്ന് ഇங்கே പൗലോസ് ചൊല്ലിടുക. ക്രിസ്തു യേശുവിൽ ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്തു. ഇங்கே பார்த்து നോക്ക. இங்கே പൗലോസ് ഫിലിപ്പിയിൽ ഉള്ള വിശുദ്ധന്മാർക്ക് എന്നെ ഓരോരുത്തരുടെയും പേര് ചൊല്ലി ഓരോ വിശുദ്ധനെ അതായത് അവൻ പേര് എല്ലാവരും ചൊല്ല. കാരണം ഇங்கே എഴുതാൻ ഇടമില്ലാത്തതുകൊണ്ട് അവൻ ചൊല്ലി ഓരോ വിശുദ്ധനും, അതായത് ഒരാളെ പോലും മാറ്റി നിർത്താതെ അത് ആരൊക്കെ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രിയമക്കളായി തീർന്നോ അവരൊക്കെ എന്നെ ചൊല്ലുക, സ്നേഹം വന്ദനം ചെയ്യുവീൻ, അവർക്ക് വന്ദനം ചെയ്യണം എന്ന് ചൊല്ലിടുക. അത് താൻ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ വാഞ്ചയും അപ്പോഴായിരിക്കണം. സഭയിലുള്ള എല്ലാവർക്കും ഒരുപോലെ ഭേദമില്ലാതെ നമ്മൾ എന്നാ പറയണം? നമ്മൾ അവർക്ക് വന്ദനം ചൊല്ലേണ്ട ആവശ്യം നമുക്ക് കിടക്കുക. കാരണം അതായത് അവരെ പൗലോസ് അവരെ എല്ലാവരെയും പേരായി അവരെ തൻ്റെ ജപത്തിൽ അവൻ ഓർത്തുകൊണ്ടേ ഇരുന്ന്. എന്നാലും അവൻ ചൊല്ലുകയാണ്, അവരെ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ അവരോടും വന്ദനം ചൊല്ലുവാൻ തക്കോണം ഇங்கே പൗലോസ് ഇங்கே ചൊല്ലിയിരിക്കുകയും എന്നോട് കൂടെയുള്ള സഹോദരന്മാർ നിങ്ങളെയും വന്ദനം ചെയ്തു. അത് മറ്റുമല്ല, എൻ്റെ കൂടെയുള്ള സഹോദരന്മാരും അവരെ നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. അന്നേരം പൗലോസിൻ്റെ അതേ രീതിയിൽ തന്നെ പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാരും അവരും വന്ദനം ചെയ്യുകയാണ്. അന്നേരം നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താ വേണം? നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്ക് അന്യോന്യം നമ്മൾ വന്ദനം പണി അല്ലെങ്കിൽ അവർക്ക് അനുഗ്രഹം പണി നമ്മൾ അവരോട് പേശിയണം, എങ്കിൽ അവരെ പറ്റി നമ്മൾ കേട്ടിടം എന്ന് ചൊല്ലിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വന്ദനം ചെയ്തു. 22-ാം വിശുദ്ധമായ എല്ലാവരും വിശേഷാൽ കേൾക്കാനുള്ള നിങ്ങളെ വന്ദനം ചെയ്തു. അന്നേരം നമ്മൾ ഇங்கே ചൊല്ലുക, വിശുദ്ധമായ എല്ലാവരും, അതായത് പൗലോസിൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും എന്നാ ചെയ്യുക? വന്ദനം ചെയ്യുന്നു. എല്ലാ വിശുദ്ധന്മാരും. അതിനകത്ത് നമ്മൾ ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് വാസിക്കുന്ന എന്നാന്ന് ചൊല്ലിയാൽ,
കേസറുടെ അരമനയിൽ, അത് രാജം കുടുംബത്തിൽ അല്ലെങ്കിൽ രാജസ്ഥാനത്ത് രാജാവിൻ്റെ മാളികയിൽ പോലും എന്നരിക്കെ ദൈവത്തിൻ്റെ മക്കളിരിക്കെ. അത് എപ്പടി? കാരണം ആ പൗലോസിൻ്റെ സുവിശേഷം അവരോട് പ്രസംഗിച്ച മൂലം അതിൽ പലരും എന്നെ പറ്റി ആണ്ടവരെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അതിൽ പൗലോസിൻ്റെ വാശ എന്നത് എല്ലാവരോടും സൂക്ഷിക്കണം. അത് രാജാവിൻ്റെ മാളികയിലോ അല്ലെങ്കിൽ പാവപ്പെട്ട മാളികയോ ഒരു ഭേദമില്ലാതെ അവൻ എന്നെ പണിയാച്ച സുവിശേഷം പണിയാച്ച. അതുകൊണ്ട് നമുക്ക് പാക്കുന്നത് കേസർ അന്നത്തെ രാജാവിൻ്റെ മാളികയിൽ എന്നെ ഇരിക്കുകയും അങ്കേയും കൊഞ്ചം വിശ്വാസികളിൽ നിന്ന് അതായത് എല്ലാവരും കേസരുടെ അനുമതിയിൽ ഉള്ളവരും അതായത് അവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാവരും നിങ്ങളെ വന്നു നിങ്ങൾ പാക്കണം. നമ്മൾ വിചാരിക്കും നമ്മൾ എപ്പടി നമ്മൾ ഗവൺമെൻറ് ഓഫീസിൽ പോയി പേശിടും, അല്ലെങ്കിൽ രാജാവിൻ്റെ ഓഫീസിൽ പേശിടും, അല്ലെങ്കിൽ അവൻ പെരീവൻ അവനോട് നമ്മൾ എപ്പടി പേശിടും. അത് നമുക്ക് ഗൗനിക്കുക വേണ്ട. നമ്മുടെ വേല തന്നെ നമ്മൾ ആണ്ടവരുടെ സുവിശേഷം എല്ലാവരോടും കാരണം ഒരേപോലെ. കാരണം സുവിശേഷം എല്ലാവർക്കും ഒരുപോലെ തന്നെ. പാവപ്പെട്ടവരെന്നോ അല്ലെങ്കിൽ ധനവാനെന്നോ ഒന്നുമേ கிடைக்காது. കാരണം എങ്കിൽ നമ്മൾ വാസിച്ച് പഠിക്കുമ്പോൾ നമുക്ക് എന്നാ தெரியுது? കാരണം പൗലോസ് അതിൽ ഭേദമില്ല. അത് തന്നെ ആണ്ടവരായ യേശുക്രിസ്തു അപ്പടി ധനവാന്മാരും ദരിദ്രന്മാർക്കും എല്ലാവർക്കും ഒരുപോലെ സുശമിച്ച അതിൽ ജ്ഞാനികളായ പരീക്ഷന്മാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരോടും അതേപോലെ അജ്ഞാനികളായ യഹൂദന്മാരുണ്ടായിരുന്നു. എല്ലായിടത്തും അവൻ സുവിശേഷം ചൊല്ലിയ എല്ലാവർക്കും ഒരേപോലെ താൻ അവൻ്റെ അതിശയകർമ്മങ്ങൾ പണിയാശം എല്ലാവർക്കും ഒരുപോലെ. നമ്മൾ സുവിശേഷത്തിൽ വാസിക്കുമ്പോൾ പരീക്ഷന്മാരുടെ മക്കളെയും നമ്മൾ കാണുന്നുണ്ട്, പരീക്ഷന്മാരെയും കാണുന്നുണ്ട്, പാവപ്പെട്ടവരെയും കാണുന്നുണ്ട്, കുരുടരെയും കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് കാറ്റഗറി എന്ന് ഒന്നേ വ്യത്യാസമില്ലാതെ എന്നാ പണിയാച്ച പൗലോസ് അവരോട് സുവിശേഷം പറഞ്ഞാച്ചേ, അവരോട് അതിശയകർമ്മങ്ങൾ കാണിച്ചാച്ചേ, അവർക്ക് സൗഖ്യം കൊടുത്താച്ചേ. അതേപോലെ തന്നെ ആണ്ടവരും ആണ്ടവർ ചെയ്ത അതേ മാതൃക താൻ എന്നെ പണുക പൗലോസും പണുക. പൗലോസും മറ്റുമല്ല, പൗലോസിൻ്റെ കൂടെയുള്ള സഹോദരന്മാരും അപ്പടി തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ വാസിക്കുന്നത് എൻ്റെ കൂടെയുള്ള സഹോദരന്മാരും നിങ്ങൾക്ക് വന്ദനം ചെയ്യും. അന്നേരം പൗലോസിൻ്റെ അതേ രീതി താൻ തൻ്റെ കൂടെയുള്ള വിശ്വാസികളും ചെയ്തു. അത് തന്നെ ഫിലിപ്പിയരോടും അത് തന്നെ നിങ്ങളും അതേപോലെ തന്നെ പണണം. നിങ്ങൾ വ്യത്യാസമില്ലാതെ നിങ്ങൾ അപ്പടി തന്നെ ചെയ്യണം എന്ന് சொல்லி കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനൂടെ ഇരിക്കുമാറാകട്ടെ. എനിക്ക് പൗലോസ് ഇങ്ങനെ മുടിച്ചിടുകയാണ്. എന്നാ சொல்லுക? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, അതായത് ആണ്ടവരുടെ കൃപ അല്ലെങ്കിൽ ആണ്ടവരുടെ അനുഗ്രഹം നിങ്ങളോട് ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആരുടെ കൂടെ? നിങ്ങളുടെ ആത്മാവിനോട്. കാരണം നമുക്ക് എങ്ങനെയാണ് പരിവർത്തനം വന്നത്? ആത്മാവ് താൻ പരിവർത്തനം വന്നത്. കാരണം നമ്മൾ ആണ്ടവരായ യേശുക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ എങ്കിൽ താൻ പരിവർത്തനം വരുക? ആത്മാവിൽ. എന്നിട്ട് ആത്മാവ് എന്നെ ചെയ്യും? നമ്മുടെ ഹൃദയത്തിൽ വാസം പണ്ണും. എന്നിട്ട് ആത്മാവ് താൻ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ആത്മാവ് നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അതായത് നിങ്ങളുടെ ഇരിക്കുന്ന ആത്മാവിനോട് ഇരിക്കുമാറാകട്ടെ എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇംഗ്ലീഷിൽ നമുക്കൊന്ന് വാസിച്ചിടാം. നമുക്ക് Now unto God and our Father be glory forever and ever. നമ്മുടെ പിതാവായ ദൈവത്തിനും സകല മഹത്വവും വരട്ടെ ആമീൻ എന്ന് ചൊല്ലിയാൽ അത് താൻ അപ്പടി തന്നെ ഇരിക്കട്ടെ എന്ന് ചൊല്ലി അവൻ അത് ചൊല്ലുകയാണ്. അത് മറ്റുമല്ല, സല്യൂട്ട് എവ്രി സെയിൻ ഇൻ ക്രൈസ്റ്റ് ജീസസ്. എവ്രി സെയിൻ, അതായത് എല്ലാ വിശുദ്ധന്മാരെ ഒരു വ്യത്യാസവും கிடைக்காതെ എല്ലാ വിശ്വാസികൾക്കും അവൻ അവൻ വന്ദനം ചൊല്ലുന്നു അല്ലെങ്കിൽ സല്യൂട്ട് പണ്ണുന്നു എന്ന് ചൊല്ലുക. ദ ബ്രദറൻ വിത്ത് മീ ഗ്രീറ്റ് യു. അത് മറ്റുമല്ല, എൻ്റെ കൂടെ ഉള്ള സഹോദരന്മാർ നിങ്ങൾക്ക് ഞാൻ വന്ദനം പണ്ണുന്ന മാതിരി താൻ അവരും
വന്ദനം പണ്ണുന്നു എന്ന് പൗലോസ് ചൊല്ലുക. അത് മറ്റുമല്ല ഓൾ ദ സെയിൻസ് സല്യൂട്ട് യു. അതല്ല എല്ലാ വിശ്വാസികളും, അതായത് അവൻ്റെ കൂടെ ഉള്ള വിശ്വാസികൾ മാത്രമല്ല, ആരൊക്കെ ആണ്ടവരെ സ്വീകരിച്ചോ അവരെല്ലാവരും പൗലോസിനോടൊപ്പം എന്നെ പണ്ണുക വന്ദനം ചൊല്ലും. അതായത് നമുക്ക് അങ്ങ് വ്യത്യാസമേ கிடைக்க. പൗലോസിൻ്റെ കൂടെ ഉള്ളവർ மட்டுമല്ല വന്ദനം പണ്ണുന്നത്, എല്ലാ വിശ്വാസികളും, ഓൾ സെയിൻസ്, അതായത് എല്ലാ വിശ്വാസികളും ഞങ്ങൾക്ക് എന്നാ ചൊല്ലുക, ഞങ്ങൾക്ക് salute every saints in Christ Jesus which are with me, all the saints salute you. എല്ലാ വിശുദ്ധന്മാരും നിങ്ങൾക്ക് സല്യൂട്ട് പണ്ണുന്നു എന്ന് പറയും. ചീഫ്ലി ദേ ദാറ്റ് ആർ ഓഫ് സീസേഴ്സ് ഹൗസ്. ഇത് മറ്റുമല്ല, സീസറിൻ്റെ ഭവനത്തിലും എന്നെ ഇരിക്കെ അങ്ങേ വിശുദ്ധന്മാരിരിക്കെ അവരും ഞങ്ങൾക്ക് സല്യൂട്ട് ചൊല്ലുക. എന്നാൽ സീസറിൻ്റെ അരമനയിൽ എപ്പടി വിശുദ്ധന്മാർ വന്നാച്ച് പൗലോസിൻ്റെ വചനം കേട്ട് പൗലോസിൻ്റെ വചനത്തിൻ്റെ ഉപദേശം കേട്ടിട്ട് ആണ്ടവരായ യേശുക്രിസ്തുവിനെ അവരുടെ ഹൃദയത്തിൽ കൈക്കൊണ്ടാച്ച്. അന്നേരം അവരുടെ ആത്മാവ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് അവരുടെ ഹൃദയത്തിൽ വരികയും അവരെന്നാ പണ്ണുക, അവർ ആണ്ടവരെ അവർക്കും പൗലോസിൻ്റെ അതേ ആഗ്രഹം, അതേ അഭിപ്രായത്തിൽ അവരെന്നാ പണ്ണുവാം, അവരെ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു എന്ന് ചൊല്ലുക. ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബി വിത്ത് യു. അവളാണ്. അത് മറ്റുമല്ല, പിന്നെ അവൻ ചൊല്ലുക, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരുമാറാകട്ടെ. അന്നേരം വിത്ത് യു ആൻഡ് അത് ക്രൈസ്റ്റ് വിത്ത് യു ഓൾ. അത് കഴിഞ്ഞിട്ട് ആമീൻ അപ്പടി തന്നെ എന്ന് ചൊല്ലി നമ്മൾ ഈ ഫിലിപ്പിയൻ ലേഖനം നമ്മൾ വാസിച്ചപ്പോൾ നമുക്ക് ரொம்ப കാര്യം നമ്മൾ പിടിച്ചത്. നമ്മൾ ഒന്നാം വാക്യം മുതൽ നമ്മൾ വിസാരിക്കുകയെന്നുണ്ടെങ്കിൽ എത്ര കാര്യങ്ങൾ നമുക്ക് തിരിയും. പൗലോസിൻ്റെ സ്വഭാവം എപ്പടി അവൻ വിശ്വാസികൾക്ക് പ്രശ്നമായിരുന്ന അവൻ ആണ്ടവരെ വിശ്വസിച്ചപ്പോൾ വിശ്വാസികൾക്ക് പ്രയോജനമുള്ളവനായി തീർന്നു. വിശ്വാസികൾക്ക് മാത്രമല്ല അന്യജാതിക്കാർക്കും പ്രയോജനമായി തീർന്നു. അവൻ സുവിശേഷം ആരോടൊക്കെ അന്വേഷിച്ച് അന്യജാതിക്കാരുടെ അവൻ പ്രവാചകനായിരുന്നു, അവൻ അന്യജാതിക്കാരുടെ സുവിശേഷകനായിരുന്നു, അല്ലെ അന്യജാതിക്കാർക്ക് വചനം പറയുന്നവൻ. അതുമാത്രമല്ല അത് സത്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവനവൻ ചൊല്ലിയാച്ച്. അത് മാത്രമല്ല, നമ്മൾ എപ്പടി നമുക്ക് കഷ്ടം വന്നാലും ദുഃഖം വന്നാലും പ്രയാസം വന്നാലും നമ്മൾ എപ്പടി ജീവിക്കണം എന്ന് പൗലോസ് നമുക്ക് കാണിച്ചു തന്നാച്ച്. അവൻ ചൊല്ലുക, നിങ്ങൾ എന്നെപ്പോലെ ആയണം എന്ന് ചൊല്ലുക, നിങ്ങൾ കർത്താവിനെ പോലെ ആകണം അല്ല, അപ്പടിയല്ല ചൊല്ലുക. അവൻ കർത്താവിനെ പോലെ ഞാൻ ആയിരുന്നതുകൊണ്ട് നിങ്ങൾ എന്നെപ്പോലെ ആയണം എന്ന് ചൊല്ലുക. അതായത് അവൻ്റെ എല്ലാത്തിൻ്റെയും മാതൃക ആര് താൻ? കർത്താവായ യേശുക്രിസ്തു. അന്നേരം ആരുടെ കൃപ ഞങ്ങൾക്ക് വന്നിടും? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ വരും. ആണ്ടവരുടെ നാം മഹിമപ്പെടാൻ എൻ്റെ സമയം ഇങ്ങനെ മുടിഞ്ഞാച്ച് ആണ്ടവരുടെ നാം എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആണ്ടവരുടെ കൃപ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.